അതെ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ മഷ്റൂം ബിരിയാണി റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഉള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പുതിനയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വാട്ടറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിക്കുന്നത്. റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. വിസിൽ വരാനാകുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയൊരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.